വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. അനുഗ്രഹം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുവാനായി പോകുന്നത്. പ്രിയമുള്ളവരെ, ഈ യേശുവിൻ്റെ വരവിനെ ആഘോഷിക്കുവാൻ കാത്തിരിക്കുന്ന ഈ സമയത്ത് ദേവാലയങ്ങളിൽ മുഴങ്ങി കേൾക്കുന്ന ദൈവവചനങ്ങളിലും എല്ലാ ദിവസവും നമ്മുടെ വീടുകളിൽ 53 പ്രാവശ്യമെങ്കിലും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. സ്ത്രീകളിൽ അനുഗ്രഹീതയായ പരിശുദ്ധ കന്യകാമറിയം. പ്രിയമുള്ളവരെ, ബൈബിൾ പ്രഖ്യാപിക്കുന്ന ഈ ലോകത്തിലെ എല്ലാ സ്ത്രീകളെക്കാളും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി ലോകത്തിൽ ദൈവം കാഴ്ചവെക്കുന്ന പഠനത്തിനായി അല്ലെങ്കിൽ മനസ്സിലാക്കുവാനായി കാഴ്ചവെക്കുന്ന സമർപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മ. ദൈവത്തിൻ്റെ മാലാഖ അമ്മയെക്കുറിച്ച് പറയുന്നത് മുഴുവനും അനുഗ്രഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആളാണെന്നാണ്. അങ്ങനെ ഈ ലോകത്തിൽ ദൈവം മുദ്രവെച്ച പരിശുദ്ധ അമ്മയാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയെങ്കിൽ, അനുഗ്രഹം എന്ന് പറയുന്ന നമ്മളുടെ കൺസെപ്റ്റ് വളരെ തെറ്റാണ്. ഈ ലോകത്തിലെ മനുഷ്യർ അനുഗ്രഹം എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ തെറ്റാണ് എന്ന ബോധ്യം നൽകുവാനായി പരിശുദ്ധ അമ്മയുടെ ജീവിതം തന്നെ ദൈവം നമുക്ക് ദൃഷ്ടാന്തമായി നൽകുകയാണ്. ലോകത്തിലെ മനുഷ്യർ ഒരാളെ അനുഗ്രഹീതൻ എന്ന് പറയുന്നത് അയാളുടെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലും ജീവിത വിജയങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ്. ഭൗതിക കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന വിജയങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ, പരിശുദ്ധ അമ്മ തൻ്റെ ജീവിത കാലഘട്ടത്തിൽ സ്വന്തം കുഞ്ഞിനെ കാലിത്തൊഴുത്തിൽ പ്രസവിക്കേണ്ട അവസ്ഥയുണ്ടായ സ്ത്രീയാണ്. എന്നാൽ ബൈബിൾ പറയുന്നു, വചനം പറയുന്നു, ഇതാ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി. പരിശുദ്ധ അമ്മയുടെ ഭർത്താവ് നീതിമാനാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് എന്ന ബഹുമതി ഉള്ളതിനാൽ ആ വ്യക്തി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പുരുഷൻ തന്നെ ആയിരിക്കണം. നീതിമാൻ എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്ന യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ പഴയ നിയമത്തിലെ ദൈവിക പ്രവചനങ്ങൾ എടുത്ത് വ്യാഖ്യാനം നടത്തുന്ന ചില ആളുകൾ പറയുന്നത് പോലെ നീതിമാന്മാർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വലിയ അത്ഭുതങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ അവരുടെ വ്യാഖ്യാനങ്ങൾ ഒരു നീതിമാൻ വലിയ സമ്പന്നനായിരിക്കുമെന്നും ഒരു നീതിമാന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ പ്രളയമായിരിക്കുമെന്നുമുള്ള യാതൊന്നും യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ കാണുന്നില്ല. സ്വന്തം ഭാര്യ കുഞ്ഞിനെ കാലിത്തൊഴുത്തിൽ ജന്മം നൽകുന്നത് കാണേണ്ടി വരുന്ന ഒരു ഹതഭാഗ്യനായ ഭർത്താവിനെ പോലെ ചിത്രീകരിക്കപ്പെടാവുന്ന ഒരാളാണ് യൗസേപ്പ് പിതാവ്. എന്നാൽ യൗസേപ്പ് പിതാവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് അനുഗ്രഹീത എന്ന് പറയുമ്പോൾ വ്യക്തമാണ്, അദ്ദേഹത്തിൻ്റെ ആ ഭാര്യയുടെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവനാണ്. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവനായ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം നോക്കുമ്പോൾ ലോകത്തിലെ മനുഷ്യർ പറയുന്ന അനുഗ്രഹം നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് യഥാർത്ഥ അനുഗ്രഹം? പ്രിയമുള്ളവരെ, അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ഉണ്ട് എന്നതല്ല. യഥാർത്ഥത്തിൽ നമ്മളെ ദൈവം എന്ത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നു എന്നതാണ്. അതായത് എവറി ബ്ലെസ്സിങ് ഈസ് എ റെസ്പോൺസിബിലിറ്റി. എല്ലാ അനുഗ്രഹവും ഒരു ഉത്തരവാദിത്തമാണ്. ദൈവത്താൽ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വത്തിൻ്റെ പേരാണ് അനുഗ്രഹം. നമുക്കറിയാം, ബൈബിളിലെ പഴയ നിയമം വായിക്കുമ്പോൾ ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സൃഷ്ടികർമ്മങ്ങൾ ചെയ്തു, ഇങ്ങനെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതായിട്ടാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ, ജീവജാലങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുവാൻ, ഭരിക്കുവാൻ ഒക്കെയുള്ള ഉത്തരവാദിത്തം മനുഷ്യനെ ഏൽപ്പിക്കുകയാണ്. നിറഞ്ഞു പെരുകുവാനുള്ള ഉത്തരവാദിത്തം മനുഷ്യനെ ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതിനെയാണ് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് ബൈബിൾ എടുത്തു കാണിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ പേരാണ് അനുഗ്രഹം. സമ്പത്ത് മാത്രം ഒരു ഉദാഹരണമായി എടുക്കുകയാണ്. ചില മനുഷ്യരെ ദൈവം സമ്പത്ത് ഏൽപ്പിക്കുകയാണ്. എന്നാൽ ഈ സമ്പത്ത് ഒരാളെ ഏൽപ്പിക്കുമ്പോൾ
ദൈവം അയാളെ ഒരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കുന്നതെന്ന് എത്ര പേർക്കറിയാം? ബൈബിളിലെ വചനം പറയാൻ 2 കൊറിന്തോസ് 9:11. ഒരാളെ എന്തിനാണ് ദൈവം സമ്പത്ത് നൽകി അനുഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ സമ്പത്ത് നൽകി ഒരു പ്രത്യേകമായ ഒരു കാര്യം ഏൽപ്പിക്കുന്നതെന്ന് നമ്മൾ കാണുകയാണ്. നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും. സമ്പന്നരായ മനുഷ്യരോട് പൗലോസ് പറയുന്ന ഒരു വാക്യമാണ്. നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും. ഒരാൾ സമ്പത്തുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, സമ്പത്ത് കൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തി ഇപ്പോൾ അറിയേണ്ട ഒരു സത്യം ഇതാണ്: ദൈവം എന്തിനാണ് സമ്പത്ത് ഏൽപ്പിച്ചതെന്ന് ചോദിച്ചാൽ അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. നീ ഉദാരശീലനാകേണ്ടതിനാണ് ദൈവം നിനക്ക് സമ്പത്ത് ഏൽപ്പിച്ചത്. രണ്ടാമത്, ദൈവദാസന്മാരായ പൗലോസിനെ പോലുള്ള ദൈവദാസന്മാരായ വ്യക്തികളിലൂടെ അത് കൃതജ്ഞതാസ്തോത്രമായി പരിഗണിക്കുന്ന രീതിയിൽ സുവിശേഷത്തിൻ്റെ മാർഗങ്ങളിലേക്ക് വിനിയോഗിക്കപ്പെടുവാനുള്ളതാണ് എന്നാണ്. ഉദാരശീലനാകുകയും സുവിശേഷത്തിൻ്റെ വിജയത്തിനായി നൽകുകയും ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം നിന്നെ സമ്പത്തേൽപ്പിച്ചിരിക്കുന്നത് വചനം പറയുകയാണ്. സമ്പത്ത് മാത്രമല്ല, ഏതെങ്കിലും ഒരു കഴിവ് നിനക്കുണ്ടെന്നിരിക്കട്ടെ, ആ കഴിവിനെ അനുഗ്രഹമായി നീ കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് വിചാരിക്കണമെന്ന് ബൈബിൾ പറയുകയാണ്. മത്തായി 10:8. നമുക്കറിയാം, നമ്മൾ ജനിച്ചു കഴിഞ്ഞിട്ട് നമുക്കില്ലാത്തൊരു കഴിവ് ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ഒരു പാട്ടുകാരൻ മനോഹരമായി പാടുന്നെങ്കിൽ ദൈവം കൊടുത്ത ഒരു ദാനത്തെ അയാൾ ഉപയോഗിക്കുന്നെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഒരാൾ മനോഹരമായി പ്രസംഗിക്കുന്നുവെങ്കിൽ അയാൾക്കില്ലാതിരുന്നൊരു കഴിവ് അയാൾ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചതല്ല. ദൈവം കൊടുത്ത ഒരു കഴിവിനെ അയാൾ മനോഹരമാക്കിയെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതായത് ആരിലും എന്തെങ്കിലും ഒരു കഴിവോ ഒരു വ്യക്തമായി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശേഷിയോ വെളിപ്പെടുന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് ദാനമായി ലഭിച്ചതാണ്. ഒരാൾ സമ്പന്നനായി തീരുന്നത് അങ്ങനെ തന്നെയാണ്. അയാളുടെ അധ്വാനത്തിനനുസരിച്ച് ഈ ലോകത്തിൽ അനേകർ അധ്വാനിക്കുന്നുണ്ടെങ്കിലും ഇയാളുടെ കയ്യിൽ ഇയാളുടെ അധ്വാനത്തിനനുസരിച്ച് സമ്പത്ത് കടന്നു വരുന്നെങ്കിൽ, അതേ ജോലി ചെയ്യുന്ന അനേകർക്ക് അത് ലഭിക്കാതിരിക്കുന്നെങ്കിൽ, ഇവന് ദൈവം നൽകുന്ന പ്രത്യേകമായ ഒരു ദാനമാണ് ആ സമ്പത്ത്. ഏത് കഴിവും ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. മത്തായി 10:8. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായി കാണുന്ന ഏതെങ്കിലും പ്രത്യേക ശേഷി, മറ്റുള്ളവർക്കില്ലാത്തതോ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമായോ കാണുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക കഴിവോ ശേഷിയോ എന്തിനാണ് ദൈവം നൽകിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ദൈവം നമുക്ക് ദാനമായി തന്നതാണ്. അതുകൊണ്ട് നമ്മളത് മറ്റുള്ളവർക്ക് വേണ്ടി ദാനമായി നൽകാനുള്ളതാണ്, അതിൽ നിന്ന് വരുന്ന നന്മകൾ എന്ന് വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോൾ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നതല്ല, ദൈവം നമ്മളെ എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നതാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:17 നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. അതെ, ഈ ലോകത്തിലെ എല്ലാ മക്കളും ദൈവത്തിൻ്റെ അവകാശികളാണ്. അങ്ങനെ ഈ ലോകത്തിലെ എല്ലാ മക്കളും ദൈവത്തിൻ്റെ അവകാശികളാണെങ്കിൽ നമ്മൾ അതിനാൽ തന്നെ സമ്പന്നരാണ്. നമ്മുടെ അപ്പൻ്റെ സമ്പത്താണ് നമ്മളുടെ സമ്പത്ത്. ഒരു ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു സമ്പന്നൻ്റെ മകനാണെന്ന് വിചാരിക്കുക. ഈ ഭൂമിയിലെ സാമ്പത്തികമായ ഒരു ഉച്ചനീചത്വങ്ങളെ അടിസ്ഥാനമാക്കി ഞാൻ പറയുന്നൊരു ഉദാഹരണമാണ്. അവൻ സാമ്പത്തികമായ ഒരു ഉയർച്ച തോന്നാത്തൊരു മനുഷ്യൻ്റെ മകനും അവൻ്റെ കൂടെ ഉണ്ട്. ആ മറ്റു കുട്ടികളെല്ലാം അങ്ങനെ ഉയർച്ച തോന്നാത്തവരുടേതാണെന്നാൽ ഇവനൊരു സമ്പന്നനാണ്. പക്ഷേ ഈ സമ്പന്നനായ കുട്ടിയും കോളേജിൽ പോകുമ്പോൾ യൂണിഫോം ഇടുന്നു, മറ്റുള്ളവരെ പോലെ തന്നെ. അവൻ കഴിക്കുന്നത് ബാക്കിയുള്ളവർ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ്. അവൻ കിടക്കുന്നത് സാധാരണ എല്ലാവരും കിടക്കുന്ന കട്ടിലാണ് എന്ന് കരുതി ഈ ലോകത്തിലെ മനുഷ്യർ അവനെ സമ്പന്നനല്ലെന്ന് വിളിക്കത്തില്ലല്ലോ. കാരണം എന്താണ്? ദരിദ്രൻ എന്ന് വിളിക്കില്ലല്ലോ. കാരണം എന്താണ്? കാരണം അവൻ്റെ അപ്പൻ സമ്പന്നനാണ്. അവൻ അപ്പോൾ അനുഭവിക്കുന്നില്ലെങ്കിലും അവൻ്റെ അപ്പൻ സമ്പന്നനായതുകൊണ്ട് അവൻ സമ്പന്നനാണെന്ന് നമ്മൾ പറയുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് താൻ സമ്പന്നനല്ലെന്ന് എങ്ങനെ പറയാനാകും? നമ്മൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ മക്കളാണ് എങ്കിൽ, ദൈവത്തിൻ്റെ അവകാശികളാണ് എങ്കിൽ, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ് എങ്കിൽ നമ്മൾ സമ്പന്നരാണ്, നമ്മൾ അനുഗ്രഹീതരാണ്.
ഈ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നമ്മളെ ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം, നമ്മളെ ഇന്ന് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പ്രത്യേകമായ റെസ്പോൺസിബിലിറ്റി, അതിനനുസരിച്ചുള്ള വസ്തുക്കൾ മാത്രമേ നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ സാധ്യമായിട്ടുള്ളൂ എന്ന് മാത്രം കരുതിയാൽ മതി. ഒരാൾക്ക് കാറില്ല എന്ന് കരുതി അയാൾ അനുഗ്രഹീതനല്ല എന്ന് പറയാനാവില്ല. കാരണം അയാൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ അവകാശിയാണ്. അവൻ സമ്പന്നനല്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അവനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ കാറ് ഒരു അവിഭാജ്യ ഘടകമല്ല. യേശുവിനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ യേശു കൊട്ടാരത്തിൽ ജനിക്കേണ്ടത് ആവശ്യമല്ലെന്ന് മാത്രമല്ല, യേശു ദരിദ്രനായി ജനിക്കേണ്ടിയിരുന്നത് ഒരു അവിഭാജ്യ ഘടകമായിരുന്നു, ആവശ്യമായിരുന്നു. കാരണം ദരിദ്രരെ നോക്കി നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് യേശു പറയുമ്പോൾ, ഈ ലോകത്തിൽ താൻ തിരഞ്ഞെടുക്കുന്ന ജീവിതം ഒരു സമ്പന്നൻ്റെതായിരുന്നെങ്കിൽ തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ടായിരുന്ന യേശു സാമ്പത്തികമായി ഉയർന്നൊരു ജീവിത രീതിയുള്ള ഒരു കുടുംബത്തിലേക്ക് കടന്നു വന്നിരുന്നുവെങ്കിൽ യേശുവിനെ ചോദ്യം ചെയ്യാൻ സാധാരണ മനുഷ്യർക്കാകുമായിരുന്നു. എന്നാൽ ദൈവമായിരിക്കെ എവിടെ ജനിക്കണമെന്ന് സ്വയം തീരുമാനിക്കാമായിരുന്നിരിക്കെ ദരിദ്രമായ ചുറ്റുപാടിലേക്ക് കടന്നു വന്ന് ജനിച്ചു വീണ് കാലിത്തൊഴുത്തിൽ പിറക്കുവാൻ യേശു തിരഞ്ഞെടുക്കുമ്പോൾ യേശു എന്തുകൊണ്ടാണത് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, യേശുവിനെ പിതാവ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം സ്വർഗത്തിൻ്റെ അവകാശികളാവുക എന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമെന്നും യഥാർത്ഥ അനുഗ്രഹമെന്നും. ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നവന് മറ്റെന്തുണ്ട് ഇല്ല എന്നത് ഒരു വിഷയമല്ല, അവൻ അതിനാൽ തന്നെ സമ്പന്നനാണെന്നും ഈ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ താൻ ഏറ്റവും ദാരിദ്ര്യമുള്ള വഴികളിലൂടെ കടന്നു പോകണമെന്നത് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഉത്തരവാദിത്തമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തനായ മകനെ ദൈവം നൽകുകയാണ്. എന്നാൽ അതുപോലെ ഈ ലോകത്തിൽ ഒരമ്മയ്ക്കും കൊടുക്കാത്ത ഏറ്റവും ശക്തമായ ഉത്തരവാദിത്തം പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കൊടുത്തു. എന്താണ് ഉത്തരവാദിത്തം? ഈ മകനെ ലോകത്തിന് കൊടുക്കുക, ഈ മകനെ ലോകത്തിന് ദാനം ചെയ്യുക. ആ അമ്മ ഈ മകനെ ലോകത്തിന് വിട്ടുകൊടുക്കുകയാണ്. നോക്കുക, ബൈബിളിൽ ഏറ്റവും ശക്തമായ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട അമ്മയാണ് ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീയായി ഉയർത്തി കാണിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് സമ്പന്നനാകാൻ, അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി മനസ്സിലാക്കുക, ദൈവമേ നീ എന്നെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കണമേ എന്നാണ് അയാൾ പ്രാർത്ഥിക്കേണ്ടത്. എന്നെ അനുഗ്രഹിക്കണമേ എന്നൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ അയാൾ അറിയാതെ പ്രാർത്ഥിക്കുന്നത് എന്താണ്? എന്നെ കൂടിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കണമേ. ഇന്ന് ഇതാ ബൈബിൾ പറഞ്ഞു തരുന്ന സമ്പന്നനാകാനുള്ള എളുപ്പ വഴി, അനുഗ്രഹിക്കപ്പെടുവാനുള്ള, ഭൗതികമായ ലോക മനുഷ്യരുടെ മുൻപിൽ പോലും അനുഗ്രഹിക്കപ്പെടാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവത്താൽ മുദ്രയാക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹം നിനക്ക് കിട്ടണമെങ്കിൽ, ദൈവം യെസ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം നിനക്ക് കിട്ടണമെങ്കിൽ ഒരു എളുപ്പ വഴി യേശു പറഞ്ഞു തരികയാണ്. എന്താണത്? അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവനെ ഞാൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. ഇന്ന് ദൈവം നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തയോടെ, അതായത് ഇതെന്നെ ദൈവം ഏൽപ്പിച്ചതാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട്, ഈ ഉത്തരവാദിത്തം ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായി ഞാൻ നിർവഹിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട്, എൻ്റെ കൈകളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്ത്, വ്യക്തികൾ, ഇതെല്ലാം തന്നെ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളാണ്, വസ്തുക്കളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എൻ്റെ വിളിക്ക് ഇതാണ് ഇപ്പോൾ ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഉത്തരവാദിത്തം ഭംഗിയായി ചെയ്യുക. ചിലർക്ക് വളരെ വിഷമമാണ്, ഞാൻ ഈ കുടുംബത്തിൽ എന്തിന് ജനിച്ചു? ഒന്നുമില്ല, യേശു കാലിത്തൊഴുത്തിലാണ് ജനിച്ചത്. കാരണം അവൻ്റെ ഉത്തരവാദിത്തത്തിന് അത് ആവശ്യമായിരുന്നു. അവൻ ഈ ലോകത്തിലെ സകല ധനികന്മാരോടും നിങ്ങൾക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ ആവശ്യപ്പെടുവാൻ വേണ്ടി ജനിച്ചവനാണ്. ഈ ലോകത്തിലെ സമ്പന്നന്മാരോട് സമ്പത്തല്ല ഏറ്റവും വലുത്, നിന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുവാൻ വേണ്ടി പിറന്നവനാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ജന്മം തിരഞ്ഞെടുക്കുവാൻ സ്വന്തമായി ശേഷിയുണ്ടായിരുന്ന യേശു ഈ ലോകത്തിൽ കാലിത്തൊഴുത്തിൽ ജനിക്കുവാൻ ഇടവന്നു. അതുകൊണ്ട് നീ എവിടെ ജനിച്ചിരിക്കുന്നു എന്നത് നിന്നെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഒരു വിഷയമല്ല. നിന്നെ ദൈവം എന്ത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നു എന്നതാണ് വിഷയം. അനുഗ്രഹമെന്ന് പറയുന്നത് കൂടിയ ഉത്തരവാദിത്തമാണ്. പ്രിയമുള്ളവരെ, പണ്ട് കാലത്ത് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടിരുന്ന അനുഗ്രഹത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പ്രധാനമായി കണ്ടിരുന്നൊരു കാര്യമാണ് ഉയർന്ന വിജയങ്ങളൊക്കെ നേടി സമൂഹത്തിലെ നല്ലൊരു സ്ത്രീയെ കല്യാണം കഴിക്കുക, ദാമ്പത്യ ജീവിതവുമൊക്കെയായി ഇങ്ങനെ കടന്നു പോവുക. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു സംഘം ചെറുപ്പക്കാർ
ഞങ്ങൾക്ക് കല്യാണമേ വേണ്ട എന്ന് വയ്ക്കുകയാണ്. ആ കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് വലിയ സമ്പത്തുണ്ടാവുക. വലിയ സമ്പത്തുണ്ടാക്കുവാൻ വേണ്ടി ജീവിക്കുക. അത് ഇന്നും വലിയൊരു പ്രത്യേകതയാണ്. എന്നാൽ ഈ ചെറുപ്പക്കാർ ഇങ്ങനെ തീരുമാനിച്ചു, ഞങ്ങൾ ദാരിദ്ര്യം ജീവിതത്തിൽ വ്രതമായി എടുക്കുകയാണ്. ബ്രഹ്മചര്യം, ദാരിദ്ര്യം. വീണ്ടും ആ ലോകത്തിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമെന്ന് പറയപ്പെട്ട ഒരു കാര്യമാണ് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റുക. മറ്റാരും നിയന്ത്രിക്കാത്തൊരു ജീവിതം ഉണ്ടാവുക, സ്വാതന്ത്ര്യം ഉണ്ടാവുക. എന്നാൽ ഈ ചെറുപ്പക്കാർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് തൊട്ട് അനുസരിക്കാൻ പോവുകയാണ്. ഒരാളെ അനുസരിച്ച് ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുകയുള്ളൂ. അങ്ങനെ അവർ അനുസരണമെന്ന ഒരു വലിയ വ്രതമെടുത്തു. ഇങ്ങനെ ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം, മൂന്നും ഈ ലോകത്തിലെ അന്നത്തെ മനുഷ്യരും ഇന്നത്തെ മനുഷ്യരും അനുഗ്രഹമായി കാണുന്ന കാര്യങ്ങളുടെ നേരെ വിപരീതമാണ്. ഇത് മൂന്നും എടുത്ത ഈ വ്യക്തികൾ ഈ ലോക ചരിത്രത്തെ മാറ്റിമറിച്ചതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതെ, ക്രിസ്തുവിൻ്റെ സന്യാസിമാരായ മനുഷ്യർ, ഈ ലോകത്തിലെ മനുഷ്യർ അനുഗ്രഹമെന്ന് പറഞ്ഞ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെ, സ്വാതന്ത്ര്യത്തെ, സമ്പത്തിനെ, കുടുംബജീവിതത്തെ അഥവാ ഈ ലോകത്തിലെ ആനന്ദകരമായി കാണുന്ന വൈവാഹിക ജീവിതത്തെ, ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് അവർ അവരുടെ ശരീരത്തെ നിയന്ത്രിച്ചുകൊണ്ട്, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഒരു ജീവിതം ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ച ജീവിതം ഈ ലോകത്തെ മാറ്റിമറിച്ചു. പിന്നീട് ആളുകൾ ഈ മൂന്ന് വ്രതം എടുക്കാൻ പോയപ്പോൾ ലോകത്തിലുള്ളവർ പറയാൻ തുടങ്ങിയത് എന്താണെന്നറിയാമോ? അങ്ങനെ ജീവിക്കണമെങ്കിൽ പ്രത്യേക അനുഗ്രഹം വേണം. പ്രിയമുള്ളവരെ, ബ്രഹ്മചര്യത്തിൽ ജീവിക്കണമെങ്കിൽ, ദാരിദ്ര്യത്തിൽ ജീവിക്കണമെങ്കിൽ, അനുസരണത്തിൽ ജീവിക്കണമെങ്കിൽ എല്ലാവർക്കും പറ്റില്ല. പ്രത്യേക അനുഗ്രഹം വേണം. അപ്പോൾ ഇത് മൂന്നും ഇല്ലാതെ ഈ ലോകത്തിൻ്റെ അനുഗ്രഹമായി കരുതിയിരുന്ന സാമ്പത്തികവും സ്വാതന്ത്ര്യവും വൈവാഹികവും ഒക്കെയായ മാർഗങ്ങൾ തിരഞ്ഞെടുത്ത് ആ വഴി പോയ ആളുകൾ എന്തായി? ഇവരെക്കാളും അനുഗ്രഹം കുറഞ്ഞവരായി. ഒന്ന് നോക്കുക, ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ചെയ്യുവാൻ വേണ്ടി ഈ ലോകം ശ്രേഷ്ഠമായി കരുതിയതിനെ ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ ഉത്തരവാദിത്വം, ദൈവം ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്വം കൃത്യമായി ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നീട് ആ വ്യക്തിയുടെ പാതയിലേക്ക് ആരെങ്കിലും കടന്നു വരാൻ ശ്രമിക്കുമ്പോൾ ലോകം അവനോട് പറയാൻ തുടങ്ങി, അതിലേക്ക് കയറണമെങ്കിൽ പ്രത്യേക അനുഗ്രഹം വേണം. ഇപ്പോൾ മനസ്സിലായില്ലേ? അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവമേൽപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും ദൈവത്തിൻ്റെ അംഗീകാര മുദ്രയുമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടാൻ കാരണം പരിശുദ്ധ അമ്മ യേശുവിനെ ഈ ലോകത്തിന് നൽകുവാനായി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് എന്നതുകൊണ്ട് മാത്രമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാകണമെങ്കിൽ, എനിക്കാകണമെങ്കിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് എന്താണ്? പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമുക്കും ഇന്ന് മാതാവിനെ പോലെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമുക്ക് യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും എന്നതാണ്. നമ്മളുടെ ജീവിതത്തിൽ യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നിമിഷങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീത നിമിഷങ്ങൾ. ഈ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീത നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധ അമ്മ യേശുവിനെ ഈ ലോകത്തിന് കൊടുക്കുവാൻ വേണ്ടി സ്വന്തം ജീവിതത്തിൽ എന്തൊക്കെ വേണ്ടെന്ന് വെച്ചു പോകും. അതുപോലെ നമ്മളുടെ ജീവിതത്തിലെ നമ്മൾ ആഗ്രഹിക്കുന്ന പല ഭൗതിക നന്മകളും ചിലപ്പോൾ നമുക്ക് തിരസ്കരിക്കേണ്ടതായി വരും. വീട്ടിൽ ഒരു വലിയ സെറ്റിയിൽ ചമ്മറം കൂടിയിരുന്ന് TV കാണുന്ന ഒരു സമയത്ത് ഒരു വീട്ടമ്മ യേശുവിൻ്റെ പ്രേക്ഷിത ജോലി ചെയ്യുവാൻ തീരുമാനിച്ചാൽ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ തീരുമാനിച്ചാൽ, പള്ളിയിൽ പോയി എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ ആ വീട്ടിലെ ചെറുപ്പക്കാരൻ തീരുമാനിച്ചാൽ, ഭർത്താവ് തീരുമാനിച്ചാൽ, ഒരു പക്ഷേ അതിനുവേണ്ടി സ്വന്തം ഭൗതിക നന്മകൾ ഉപേക്ഷിക്കേണ്ടി വരും അല്പസമയം. നമ്മുടെ ഇടവകയിലെ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഇടവകയിൽ യേശു ഉയർന്നു നിൽക്കുവാൻ വേണ്ടി, നമ്മുടെ ഇടവകയിലെ സകല ജനങ്ങളുടെയും മുമ്പിൽ യേശു ഉത്ഥിതനായി ഉയർന്നവനായി കാണപ്പെടുവാൻ വേണ്ടി, മറ്റുള്ളവർ യേശുവിനെ സ്വീകരിക്കുവാൻ വേണ്ടി ഇടവകയുടെ ശുശ്രൂഷ മേഖലകളിൽ പോയി പ്രവർത്തിക്കുമ്പോൾ, യേശു ഉയർന്നു നിൽക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ വീട്ടിലെ പലതും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ചില സന്തോഷങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. ഒരു മതാധ്യാപകനാകുവാൻ, വളരെ ഇഫക്റ്റീവായ മതാധ്യാപനം നടത്തുവാൻ ജീവിതത്തിലെ പല സന്തോഷങ്ങളും, ഞായറാഴ്ചകൾ, അതിലെ സന്തോഷങ്ങൾ, അന്ന് ഈ ലോക മനുഷ്യർ കണ്ടെത്തുന്ന സന്തോഷങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. എന്നാൽ
ഇത് ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹീതരാവുകയാണ്. കാരണം ദൈവം അനുഗ്രഹീതരെന്ന് വിളിക്കുന്നത് യേശുവിനെ ഈ ലോകത്തിന് കൊടുക്കുവാൻ വേണ്ടി ത്യാഗം സഹിക്കുന്നവരെയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമല്ല, അമ്മയ്ക്ക് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടി യേശുവിനെ നേരിട്ട് നൽകുവാൻ. എന്നാൽ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഭാഗ്യമാണ്. വൈദികർ എങ്ങനെയാണ് ഏറ്റവും വലിയ അനുഗ്രഹീതരായി നമ്മൾ കാണുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? യേശുവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യമായ യേശു തന്നെയായ പരിശുദ്ധ കുർബാനയെ ഈ ലോകത്തിന് നൽകുവാൻ വേണ്ടി അവർ അവരുടെ ജീവിതം മാറ്റിവെച്ചത് കൊണ്ടാണ്. പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ വൈദികരുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ ഈ ഭൗതികമായ പല കാര്യങ്ങളും അവർ മാറ്റിവെച്ചെങ്കിലും നമ്മുടെ തലമുറകളും നമ്മളുടെ മുതിർന്നവരും കാരണവരും സഭയിലുള്ളവരും വൈദികരെ വളരെ അനുഗ്രഹീതരായി കാണുന്നത് എന്തുകൊണ്ടാണ്? പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: യേശുവിനെ നൽകുവാൻ വേണ്ടി അവർ അവരുടെ ജീവിതം മാറ്റിവെച്ചു. അൽമായർക്കും അത് ചെയ്യുവാൻ സാധിക്കും. സ്വന്തം കുടുംബത്തിൽ നമ്മളുടെ മറ്റ് സന്തോഷങ്ങൾക്ക് ചെലവഴിക്കുന്ന സമയം നമ്മളുടെ മക്കൾക്ക് യേശുവിനെ നൽകുവാൻ വേണ്ടി അപ്പനും അമ്മയും കൃത്യമായ സമയം മാറ്റിവെക്കണം. ഇന്ന് എൻ്റെ കുഞ്ഞിന് ഞാൻ യേശുവിനെ എത്രമാത്രം നൽകി, അവനെ ഞാൻ എന്ത് വചനം പഠിപ്പിച്ചു, അവന് ഞാൻ എന്ത് ദൈവിക കാര്യം പറഞ്ഞു കൊടുത്തു, അവന് എത്ര ദൈവിക സ്നേഹം ഞാൻ പകർന്നു നൽകി, ദൈവം കൊടുക്കേണ്ട ആഗ്രഹിക്കുന്ന സ്നേഹം അവന് ഞാൻ നൽകിയോ, ദൈവം ആഗ്രഹിക്കേണ്ട ശിക്ഷണവും കരുതലും ഞാൻ അവന് നൽകിയോ, ഇന്ന് എൻ്റെ ഭർത്താവിന് ഞാൻ എത്രമാത്രം യേശുവിനെ നൽകി, ഇന്ന് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ എത്രമാത്രം യേശുവിനെ നൽകി, എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഞാൻ എത്രമാത്രം യേശുവിനെ നൽകി. യേശുവിനെ നൽകുവാൻ വേണ്ടി ഞാൻ എന്ത് ത്യാഗം സഹിച്ചു. അതുമാത്രമാണ് അനുഗ്രഹം. ഇങ്ങനെ അനുഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം നമ്മളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദാനമായി നമുക്ക് കിട്ടിയത് ദാനമായി കൊടുക്കുവാനാണ്. നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായികളായി ജനിക്കുവാനായി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. പലരെയും കർത്താവ് ക്രൈസ്തവ കുടുംബങ്ങളിൽ ജനിക്കുവാനായി അനുവദിച്ചത് നമ്മൾക്ക് ദൈവം ദാനമായി തന്നൊരു മഹാഭാഗ്യമാണ്. അത് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു നൽകാം. യേശുവിനെ സ്വീകരിക്കുന്നവരാക്കി എല്ലാവരെയും മാറ്റുവാൻ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഒരു തീരുമാനമെടുക്കണം. അടുത്ത വർഷം മുതൽ എൻ്റെ ജീവിതം യേശുവിനെ നൽകുവാൻ വേണ്ടി മാറ്റിവെക്കുന്ന ജീവിതമാണ്. ഞാൻ സമ്പാദിക്കുന്ന ഒരു വലിയ സമ്പാദ്യം യേശുവിനെ കൊടുക്കുന്ന മേഖലകളിലേക്ക് ഞാൻ കൊടുക്കും. യേശുവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതവും സമ്പത്തും വിനിയോഗിക്കാൻ പോവുക. ശുശ്രൂഷ മേഖലകളെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാ ശുശ്രൂഷ യേശുവിനെ പ്രഘോഷിക്കുന്ന എല്ലാ മേഖലകൾക്കും വേണ്ടി ഞാൻ നിലകൊള്ളാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായിത്തീരും. എല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ പോയ പത്രോസും ശിഷ്യന്മാരും യേശുവിനെ കൊടുക്കുന്നതിലൂടെ ഈ ലോകത്തിൽ അനുഗ്രഹീതരായതുപോലെ നിൻ്റെ കുടുംബത്തിൽ നീ അനുഗ്രഹീതനായി തീരുവാൻ, സ്വർഗം നിൻ്റെ വീട്ടിലേക്ക് നോക്കി നീ ബ്ലെസ്സഡ് ആണെന്ന് പറയുവാൻ, നീ ദൈവത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണെന്ന് പറയുവാൻ ദൈവം നിന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തം, യേശുവിനെ കൊടുക്കുക എന്ന ഉത്തരവാദിത്തം, നിന്നെ വെച്ചിരിക്കുന്ന തലമുറയിൽ, നിന്നെ വെച്ചിരിക്കുന്ന ദേശത്ത്, നിന്നെ ആക്കിയിരിക്കുന്ന കുടുംബത്തിലും സമൂഹത്തിലും എല്ലാം യേശുവിനെ കൊടുക്കുന്ന വ്യക്തിയായി തീരുവാൻ വേണ്ടി ഉത്തമ തീരുമാനമെടുത്ത് ഉദാരശീലനാവുക. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ യാചിക്കുന്നു. ഇപ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് സമൃദ്ധമായി നൽകണമേ. കാരണം യേശു പറഞ്ഞുവല്ലോ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കും, ഞങ്ങൾ യേശുവിന് സാക്ഷികളായി തീരുകയും ചെയ്യുമെന്ന്. കർത്താവെ, യേശുവിന് സാക്ഷികളായി തീരുമ്പോഴാണല്ലോ ഞങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും അനുഗ്രഹീതരായി തീരുന്നത്. അതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.